എനിക്ക് ഫോട്ടോ അയച്ച ഒരു നടനുണ്ട്, ഷർട്ടില്ലാത്തൊരു ഫോട്ടോ അയച്ചൊരു നടനുണ്ട്. പക്ഷെ എനിക്ക് ആ ഫോട്ടോ കാണിച്ചാൽ ഇപ്പൊ ഫോട്ടോ ഇല്ല. അപ്പൊ ഞാൻ എങ്ങനെ പറയും എന്തിനാ എനിക്ക് ഷർട്ടില്ലാതെ ഫോട്ടോ വയ്ക്കുന്നത്? അതിന്റെ ഉദ്ദേശം എന്താ? എന്നിട്ട് എൻ്റെ അടുത്ത് പറയും സെൻഡ് പിക്ചേഴ്സ്. ഇത് എനിക്ക് പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനൊരു സിറ്റുവേഷനിൽ രഞ്ജിനിക്ക് ആ പേര് പറഞ്ഞൂടെ? ഇല്ലല്ല, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ബിക്കോസ് എൻ്റെ പ്രൂഫ് ഇല്ല. ഐ ഡോണ്ട് ഹാവ് പ്രൂഫ് ടു ടോക്ക്. ബട്ട് നാളെ നിങ്ങൾ അത് പറയും. ഐ ഡോണ്ട് ഹാവ് പ്രൂഫ്. എനിക്ക് പ്രൂഫ് ഉണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചാലേ. പക്ഷെ അത് ഇങ്ങനെ ഫോട്ടോ വയ്ക്കുമ്പോൾ ഐ വിൽ ലൈക്ക് ഡൂഡ് റോങ് വിൻഡോ ഡൂഡ്, മുട്ടിയ വാതിൽ മാറിപ്പോയി എന്ന് പറയുമ്പോൾ അവിടെ ഷട്ടാണ് ആ സാധനം. ബിക്കോസ് ഇത് നമ്മൾ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രം വരുന്നതല്ല. ഇത് രഞ്ജിനി ഹരിദാസിന് ഇത് പറയാം, റോങ് വിൻഡോ എന്ന് പറയാം. പക്ഷേ ഇപ്പോൾ ഓഡിഷൻ കഴിഞ്ഞ പുതുതായിട്ട് എത്തുന്ന ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 15-16 ഇയേഴ്സ് താഴെയുള്ള അവരൊക്കെ ഇതെങ്ങനെ പറയും? അവർക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടുമ്പോൾ അവരെങ്ങനെ റിയാക്ട്? Okay, so I would like to say this. Yes, ഇപ്പോൾ ഈ ഒരു സംസാരം നടക്കുന്നത് ഇനി അങ്ങനത്തെ സ്ത്രീകൾ, പെൺകുട്ടികൾ, അവർക്കുള്ള ഒരു എഡ്യൂക്കേഷൻ ആയിരിക്കണം, അവർക്കുള്ള ഒരു പാഠമായിരിക്കണം. ബിക്കോസ് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന ഒരു മേഖലയാണ് അല്ലേ? എല്ലാവർക്കും ഒരു ക്രേസ് ആണ് ഇതിനോട്, അതിൻ്റെ സ്റ്റാർഡമിനോട്, അതിൽ നിന്നും ലഭിക്കുന്ന ഫെയിമിനോട്, പവറിനോട്, അതിൽ നിന്ന് ലഭിക്കുന്ന മണിയോട്. അതിനോട് നോ എല്ലാവർക്കും പെട്ടെന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും കാശ് ഇഷ്ടമാണ്, എല്ലാവർക്കും ഫേമസ് ആവുന്ന ഇഷ്ടമാണ്, അതൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ്. മാത്രമല്ല ഇതിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ പുറകെ നടക്കുന്ന ആൾക്കാർ ഒരു പക്ഷേ വളരെ ഫിനാൻഷ്യലി വീക്ക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന ആൾക്കാരാണ് ഇതിൽ പെട്ടുപോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രിവിലേജിൽ നിന്നും വരുവാണെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പം എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ ഓൾറെഡി സിനിമയിൽ വലിയ നടന്മാരാണെങ്കിൽ, ഓൾറെഡി നല്ല വലിയ പ്രൊഡ്യൂസർ ആണെങ്കിൽ, ഡയറക്ടർ ആണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരില്ലല്ലോ. സ്വാഭാവികമാണത്, ഒരു നാച്ചുറൽ നമ്മുടെ ഡിസിഷനാണ്. എനിക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരില്ല. ഇനി എനിക്കിതൊന്നും ഇല്ലെങ്കിൽ, ഗോഡ് ഫാദർ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം കുറേ ആക്ടേഴ്സ് അവരുടെ പ്രതികരണത്തിൽ വരുന്നത് ഐ വാസ് പ്രിവിലേജ്ഡ്, അതുകൊണ്ട് എനിക്ക് പറ്റിയില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മളൊന്ന് സംസാരിക്കുന്നത് ദാറ്റ് ഈസ് ബിക്കോസ് വി ആർ ഓക്കെ. ഒന്നെങ്കിൽ എഡ്യൂക്കേഷൻ ഉണ്ട്, നമുക്ക് ജോലിയെടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞ വിശ്വാസമുണ്ട്, നമുക്ക് ഉറങ്ങിക്കിടക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ സെക്ഷൽ ഫീവേഴ്സ് കൊടുക്കേണ്ട എന്നൊരു ഇതുണ്ട്. പക്ഷേ ഐ ഫീൽ, ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്, ഐ ഫീൽ ദാറ്റ് അങ്ങനത്തെ ഒരു പ്രിവിലേജ് ഇല്ലാതെ സിനിമ മോഹം എന്തുകൊണ്ടും, റീസൺ എന്തുമാവാം, കലാപരമായ റീസൺ ആവാം, മറ്റ് റീസൺസ് ആവാം, അങ്ങനത്തെ ആൾക്കാർ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ അവർക്ക് നോ പറയാൻ പറ്റുന്നില്ല. അവർ വിചാരിക്കുന്നത് വഴങ്ങിക്കൊടുത്താൽ, അല്ലെങ്കിൽ യെസ് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചെയ്തു കൊടുത്താൽ അവരുടെ ജീവിതം മാറ്റിമറിയുന്നതാണ്. അല്ല, അത് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. കാരണം മറ്റ് ഫീൽഡുകളിലും ഇതുപോലെ ഒരു പക്ഷേ ഇതൊന്നുമില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊരു ട്രഡീഷൻ ആയിട്ട് ഫിലിം ഇൻഡസ്ട്രി നിൽക്കുന്നു. ദിസ് ഈസ് ഓക്കെ, ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെയാണല്ലോ എന്ന് കയറി വരുന്നവരോട് അതായിരിക്കില്ലേ പറയുന്നത്. പക്ഷെ സ്ത്രീകളുടെ അടുത്ത് നമ്മൾ നോ പറയാനല്ലല്ലോ അവരെ പഠിപ്പിക്കണ്ടേ, ആ എൻവയൺമെന്റ് മാറ്റാനല്ലേ പഠിപ്പിക്കണ്ടേ അല്ലേ? ഇപ്പൊ പ്രശ്നം പറ്റുന്നത് എന്തുകൊണ്ട് സ്ത്രീ നോ പറയുന്നില്ല. ഇപ്പൊ കുറെ ആക്ട്രസ്, സീനിയർ ആർട്ടിസ്റ്റ് തന്നെ എന്ന് പറഞ്ഞാൽ ചിലവരുടെ ഇന്റർവ്യൂസ് ഇങ്ങനെ ഓൺലൈനിൽ കാണുന്നതാണ് അവർ പറയുന്നത് അവർക്ക് വേണ്ടെങ്കിൽ അവർ വേറെ ഇൻഡസ്ട്രി പൊക്കൂടെ എന്ന്. എന്തിനു പോകണം? എന്തുകൊണ്ട് നോ പറയുന്നില്ല? എനിക്ക് നോ പറയാൻ അറിയാം, ചിലപ്പോൾ അപർണയ്ക്ക് നോ പറയാനായിരിക്കും. ഭൂരിഭാഗം ആൾക്കാർക്ക് നോ പറയാൻ അറിയില്ല അപർണ, ബിക്കോസ് അവരുടെ സാഹചര്യങ്ങൾ അറിയില്ല, നമുക്കറിയില്ല അവരുടെ സാഹചര്യങ്ങൾ. ഞാൻ എന്റെ ചെറുപ്പത്തിൽ റിയാക്ട് ചെയ്യുന്ന പോലെയല്ല ഞാനിപ്പോൾ റിയാക്ട് ചെയ്യുന്നത്.